ജെയിംസ് കാമറോണിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഫയർ ആൻഡ് ആഷ്, അവതാറിൻ്റെ മൂന്നാമത്തെ ഭാഗം. ഈ ചിത്രം ശരിക്കും പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ചെയ്യാൻ എത്തുന്നത് വീണ്ടും വിഷ്വൽ സ്പെക്ടക്കിൾ എന്ന രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഐമാക്സ്, 4DX അങ്ങനെയുള്ള വിവിധങ്ങളായ ഫോർമാറ്റുകളുടെ ആസ്പെക്ട് റേഷ്യോ വരെ എടുത്ത് ശ്രദ്ധിച്ചാണ് ആൾക്കാർ സിനിമ കാണുന്നത്. അപ്പം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപുള്ള സിനിമയുടെ ഫ്രാഞ്ചൈസി എന്ന ലേബലിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ 2009 വന്ന അവതാറും 2022 വന്ന ദ വേ ഓഫ് വാട്ടർ, അതിനുശേഷമാണ് ഫയർ ആൻഡ് ആഷ് വരുന്നത്. ഇത് രണ്ടിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇതിൻ്റെ കഥ ഫ്ലോ പോകുന്നത്. കാര്യം ഇതിൻ്റെ നെറ്റ്യാമിൻ്റെ മരണത്തോടു കൂടിയാണ് ശരിക്കും ഈ പാൻഡോരയിൽ ജാക്ക് സള്ളിയും നെയ്ത്തിരിക്കുമൊക്കെ ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ് പോലത്തെ ഒരു അവസ്ഥയുണ്ടാകും. കാര്യം ശരിക്കും അവിടെ അവർക്ക് നിലവിൽ അവരുടെ കുട്ടികൾ ഉണ്ട് ആണെങ്കിൽ പോലും ആ സമയത്തുണ്ടാകുന്ന അവരുടെ ഒരു ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ ശരിക്കും അവരെ മുമ്പോട്ട് നയിക്കുന്നതിന്, അവരുടെ ലൈഫ് തന്നെ മുമ്പോട്ട് പോകുന്നതിന് ഭയങ്കരമായ ഒരു സ്ട്രഗിളുണ്ട്. അത് ശരിക്കും ഡ്രാമാറ്റിക്കായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഡ്രാമാറ്റിക് ആകുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും സിനിമയിലും ഉണ്ട്. കാര്യം ഒരുപാട് സമയമെടുത്താണ് നമ്മളെ പലപ്പോഴും ഈ പറയുന്ന വിഷ്വൽ രീതിയിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഈ ഡ്രാമയുടെ ഗണത്തിലാണ് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ സ്പൈഡറിൻ്റെ ക്യാരക്ടറിൻ്റെ സ്പൈഡറിന് ശരിക്കും ഈ ശ്വസിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടോപ്പ് ലെവലിൽ അവർ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പൈഡറിനെ കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് കഥയുടെ ഒരു ടേണിങ് ആദ്യത്തെ ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീടുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നീട് അതിനുശേഷം ഈ സീക്വൻസിനൊക്കെ ശേഷമാണ് പിന്നീട് പതുക്കെ വരാഗ് വരുന്നത്. വരാഗിൻ്റെ ക്യാരക്ടറിൻ്റെ വരവോടുകൂടിയാണ് ശരിക്കും ആഷ് പീപ്പിൾ എന്ന് പറയുന്നത് ശരിക്കും നവിയുടെ ഗോത്രത്തിലുള്ള തന്നെ പുതിയ ഈ ഫയർ പീപ്പിൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവരുടെ ഒരു വരവോടുകൂടി ശരിക്കും പഴയ നമ്മുടെ കേണലും ഒക്കെ കൂടി ഒരു കണക്റ്റീവായി കഴിയുമ്പം ശരിക്കും ജാക്ക് സള്ളിക്കും നെയ്ത്തിരിക്കും പിന്നെ അവരുടെ മക്കൾക്കും ഒക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള പിന്നീട് പാൻഡോരയിൽ നടക്കുന്ന വലിയ സംഭവങ്ങളുടെ ഒരു 3.25 മണിക്കൂറോളം നീളുന്ന വലിയൊരു ചിത്രമായിട്ടാണ് ഇതിനെ അവർ കൺവിൻസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഏറ്റവും മികച്ച തിയേറ്ററിൽ ഏറ്റവും നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ ഏറ്റവും കുറഞ്ഞത് ഐമാക്സിലെങ്കിലും കാണുക, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നീട് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ആയിട്ട് വരുമ്പോൾ ഇപ്പം വേ ഓഫ് വാട്ടർ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാര്യം വേ ഓഫ് വാട്ടറിലും ഈ ഡ്രാമ പോർഷൻസ് ഒക്കെ വരുമ്പം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവതാറിൽ നമുക്ക് ഭയങ്കരം പ്രത്യേകിച്ച് ആ ടെറൈനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും ഒക്കെ കൊണ്ട് നമുക്കത് ഫുള്ളായിട്ടൊരു എക്സ്പീരിമെൻ്റൽ അനുഭവമായിരുന്നു. വേ ഓഫ് വാട്ടറിൽ അത്രയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട് കിട്ടിയില്ല എങ്കിൽ പോലും ഇവിടെ വരുമ്പോഴും ഈ ഡ്രാമ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഡ്രാമ കഥാപാത്രങ്ങളിലേക്ക് മാറുമ്പോഴും ഈ ക്യാരക്ടറിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പം ഒത്തിരി സമയമെടുത്താണ് ഇവർ ഈ വിഷയങ്ങളിലേക്ക് വരുന്നത്. പിന്നെ ഇവരുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട ആക്ഷൻ സീക്വൻസുകളിലേക്ക് ഒരു തുടർച്ച എന്നോണമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തൊക്കെ വരുമ്പോൾ ഇവർ നന്നായിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. ജെയിംസ് കാമറോണിൻ്റെ ആ ഭാഗമൊക്കെ ഒരു എടുത്തു പറയേണ്ട കാര്യം. ആ ക്ലൈമാക്സ് ഒക്കെ വരുന്ന ആ ഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ ഈ വിഷയങ്ങളെയൊക്കെ അവർ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് അതിനെല്ലാം ഒരു കണക്ടിവിറ്റി ഫില്ല് ചെയ്ത് അതിനൊരു കാരണമൊക്കെ വന്ന് പ്രത്യേകിച്ച് ആ ഒരു ഭാഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ സിനിമയ്ക്ക് വേറൊരു ലെവല് സിനിമയ്ക്ക് നമ്മളറിയാതെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ സിനിമയിലേക്ക് ലയിക്കാനുള്ളൊരു ഫീലുണ്ട്. പിന്നെ കളർ പാറ്റേൺ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതില്ല. കാര്യം അതൊക്കെ ഈ ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിഭംഗി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. റസൽ കാർപ്പൻ്ററാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു രക്ഷയില്ല, അടിപൊളിയാണ് സംഭവം. അതുപോലെ തന്നെ സൈമൺ ഫ്രാങ്ക്ലിനാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റർവൽ പോർഷന് തൊട്ട് മുമ്പ് വരാഗും നമ്മുടെ കേണലും എല്ലാം കൂടി റീയൂണൈറ്റ് ചെയ്തിട്ട് അവർ ഫയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം, അത് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്തുള്ള മ്യൂസിക്കും സ്കോറും ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് സ്കോറ് വേറൊരു ലെവൽ സാധനമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫീല് വരുന്നത് ഭയങ്കര രസമായിട്ടാണ്. കഥയുടെ പരിസരങ്ങളിൽ നിന്ന് കഥയ്ക്ക് ഭയങ്കരമായിട്ടൊരു ടേൺ വരുന്നൊരു ഭാഗം കൂടി ആയതുകൊണ്ട് ആ ഭാഗത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്, എക്സ്പ്ലോഷൻസ്, മറ്റ് ആക്ഷൻ സീക്വൻസുകൾ
ഒരുപാട് നമ്മൾ കാണാത്ത പുതിയ ഒരുപാട് ആൾക്കാരും ഇതിനകത്ത് കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ടൊക്കെ ആ ഭാഗങ്ങൾ ഭയങ്കര വിഷ്വൽ ഭംഗി കൂടുതലാണ്. പിന്നെ ജെയിംസ് കാമറൂൺ ഓൾറെഡി ഇതിൻ്റെ എഡിറ്ററും കൂടിയാണ്. അതുപോലെ തന്നെ ജെയിംസ് കാമറൂണും റിക് ജാഫായും അമാന്ത സിൽവറും ഒക്കെ കൂടിയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ ഈ ഡ്രാമയ്ക്ക് അവർ ഇച്ചിരി പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ആ പോർഷൻസുകളിലൊക്കെ വരുമ്പം പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഭാഗങ്ങളിലൊക്കെ കുറച്ച് സമയം എടുത്താണ് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ ഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു ഡ്രാമാറ്റിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു. പക്ഷേ അതിനുശേഷം അവർ സ്ക്രീൻ പ്ലേയിൽ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ലോകവും VFXൻ്റെ വേറൊരു ഭംഗിയൊക്കെ, പ്രത്യേകിച്ച് ലെഗസി ഇഫക്ട്സ്, ILM, അതുപോലെ തന്നെ വെറ്റ എഫക്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ കിടിലനാണ്. കാര്യം നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇതിൻ്റെ ക്യാരക്ടേഴ്സുകളിലും ഇവർ കുറച്ച് ഓരോ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഇവരുടെ മക്കൾ എന്ന് പറയുമ്പം ഹ്യൂമനായിട്ടുള്ളവരുണ്ട്, ക്ലോണായിട്ടുള്ളവരുണ്ട്, അങ്ങനെയൊക്കെ എടുത്തു വളർത്തുന്നവർ, ആ രീതിയിലൊക്കെയുള്ള ഇപ്പം ടുക്കിൻ്റെയും ലോക്കിൻ്റെയും ഒക്കെ ക്യാരക്ടേഴ്സിന് പല രീതിയിലുള്ള ഭംഗികൾ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ജാക്ക് സള്ളിയും നെയ്ത്തിരിയും കൂടിയാണ് വീണ്ടും ഇതെല്ലാം അവരുടെ ഒരു കൺട്രോളിലേക്ക് തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഗോത്രം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് തന്നെ അവരുടെ പോർഷൻ ഉണ്ടെങ്കിലും മക്കൾക്കും ഇതിനകത്ത് അത്യാവശ്യം പ്രാധാന്യം കൊടുത്ത് അവരുടെ കഥകൾക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അതിനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ അവർ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തിയേറ്ററിൽ എന്താണേലും ഇത് കാണാവുന്ന സിനിമയാണ്. കാര്യം ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ മാത്രമല്ല, പക്ഷേ IMAX-ൽ കാണുന്നതിനോടാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ താല്പര്യം. ഞാനിത് കൊച്ചി IMAX-ലാണ് കണ്ടത്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം ഇതുപോലെ നമുക്ക് ഇനിയും ഇപ്പം ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ അവസാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ IMAX അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സിനിമകളുടെ വരവുകൾ സിനിമയ്ക്ക് വീണ്ടും, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ആകുമ്പം കഥകൾക്കും കൺസെപ്റ്റുകൾക്കും ഒക്കെ പുതിയ പുതിയ ഭംഗി ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാവുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് IMAX-ൽ പറ്റുമെങ്കിൽ കാണുക, അല്ലെങ്കിൽ 4DX ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മികച്ച തിയേറ്ററുകൾ എപ്പിക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമ്മുടെ നിലവിൽ അവൈലബിലിറ്റി ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ 3Dയിലെങ്കിലും ഏറ്റവും നല്ല തിയേറ്റർ, അറ്റ്ലീസ്റ്റ് 4Kയിലെങ്കിലും കാണുക. തീർച്ചയായിട്ടും ഒരു ദൃശ്യാനുഭവം നിങ്ങൾക്ക് തീർച്ചയായും സിനിമ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ കഥാപരമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ ഉള്ളൂ. അതിനെയൊക്കെ മറികടക്കാൻ ഒരു പരിധി വരെ ചിലപ്പം വിഷ്വൽ സ്പെക്ടക്കിളിന് സാധിക്കും. ഈ അവതാർ 2 വന്നപ്പോഴും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ അവർ മറികടന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാവുന്ന സിനിമയാണ്.